സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചു. മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശയ്ക്ക് ഗവർണറുടെ അംഗീകാരം. സംഘപരിവാർ അനുകൂലിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ കോൺഗ്രസിൽ തർക്കമുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടലിനിടയിൽ നിയമനത്തിന് അംഗീകാരം ഗവർണർ നൽകുകയായിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, മന്ത്രിസഭയിൽ തർക്കം, പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം, KPCC പ്രസിഡന്റിനെ അനുസരിക്കുന്നില്ല മുഖ്യമന്ത്രി എന്ന വാദം, ഏറ്റവും ഒടുവിൽ നിയമനം. എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്? RSS പശ്ചാത്തലമുള്ള എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശുപാർശ ചെയ്തുകൊണ്ടുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനാണ് വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുമതി നൽകിയിരിക്കുന്നത്. ആ ഫയലിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ കടുത്ത വിയോജിപ്പും എതിർപ്പും ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലുമൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് പാർട്ടിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്ന തരത്തിൽ ചില ചർച്ചകൾ നടന്നുവെന്നുള്ള സൂചനകളടക്കം ഇന്ന് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായ തീരുമാനത്തിന് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ ശുപാർശ കഴിഞ്ഞ ദിവസം തന്നെ ലോക്ഭവനിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് പാർട്ടി ദേശീയ നേതൃത്വത്തിനും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി, അത് മുഖ്യമന്ത്രി VD സതീശൻ എടുത്ത നിലപാട്, അത് അത്തരത്തിൽ ഗവർണർ ആ ഫയലിൽ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ പാർട്ടിയിൽ അത് കടുത്ത വിയോജിപ്പുകൾക്ക് വഴിവെക്കും. അതിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് മറ്റ് നേതാക്കളൊന്നും തയ്യാറായില്ല എങ്കിലും പാർട്ടി വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ആ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ തീരുമാനവുമായി മുമ്പോട്ട് പോയത്. ആ തീരുമാനത്തിനാണ് ഇപ്പോൾ ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്. അതാണ് വിവരം. ഏതായാലും ശേഷാദ്രിനാഥൻ ഏറ്റവും ഒടുവിൽ കമ്മീഷണറായി നിയമിക്കപ്പെടുന്നു. അതും പാർട്ടിക്കുള്ളിലെ എതിർപ്പ് മറികടന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ള വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.